മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകണം. ആ പുലിപ്പല്ല് ഒറിജിനൽ തന്നെ എന്ന് കണ്ടെത്തിയിരിക്കുന്നത് ശാസ്ത്രീയമായി. നമ്മൾ ഏറെക്കാലം ചർച്ച ചെയ്ത ഒന്നാണ്, റാപ്പർ വേടന്റെ പക്കലുള്ള പുലിപ്പല്ല് ഒറിജിനലാണോ, ഒറിജിനൽ അല്ല എന്നായിരുന്നു ഒരു വലിയ വിഭാഗം വാദിച്ചിരുന്നത്. ആ കേസിൽ ഇപ്പോൾ ശാസ്ത്രീയ പരിശോധന നടക്കുന്നു. വലിയ തിരിച്ചടി വേടനുണ്ടാകുന്നു. യഥാർത്ഥ പുലിപ്പല്ല് എന്നാണ് ശാസ്ത്രീയ പരിശോധനാ ഫലം വന്നിരിക്കുന്നത്. കൊൽക്കത്തയിലെ സുവോളജി ലാബിലായിരുന്നു ഈ പരിശോധന നടന്നത്. കേസിൽ വനംവകുപ്പ് ഉടൻ കുറ്റപത്രം സമർപ്പിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നവമി ദിനേശ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നവമി, ഏറ്റവും ഒടുവിൽ ആ പല്ല് ഒറിജിനൽ തന്നെ അല്ലേ? അതെ, അങ്ങനെ തന്നെയാണ് രഞ്ജിത്ത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം, സുവോളജി ലാബിൽ നിന്നും ലഭിച്ച റിസൾട്ട് പ്രകാരം വേടന്റെ പക്കൽ നിന്നും പിടിച്ചെടുത്ത പുലിപ്പല്ല് അത് ഒറിജിനലാണ്, അത് പുലിപ്പല്ല് തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഈ റിപ്പോർട്ട് കോടതിയിലാണ് എത്തിയിരിക്കുന്നത്. ഇത് ഉടനെ തന്നെ അന്വേഷണ സംഘം കൈപ്പറ്റും. അതിന്റെ കോപ്പി ആവശ്യപ്പെടും. അതിനുശേഷം കുറ്റപത്രം തയ്യാറാക്കി കോടതിയിൽ സമർപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലായിരുന്നു വേടന്റെ ഫ്ളാറ്റിൽ നടത്തിയ കഞ്ചാവ് പരിശോധനയ്ക്കിടയിലായിരുന്നു ഈ പുലിപ്പല്ല് കണ്ടെത്തിയത്. പക്ഷേ വേടൻ അത് സമ്മതിക്കുകയും ചെയ്തിരുന്നു. തനിക്കിത് സമ്മാനമായി ലഭിച്ചതാണ് ഈ പുലിപ്പല്ല് എന്ന് പറയുന്നു. പക്ഷെ ഇത് ഒറിജിനൽ ആണോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും തനിക്ക് അറിഞ്ഞിരുന്നില്ല. ഒരു ഗിഫ്റ്റ് തന്നത് താൻ വാങ്ങിച്ചു, അന്നത് മാത്രമേ അറിയാവുള്ളൂ എന്നായിരുന്നു വേടൻ അന്ന് പ്രതികരിച്ചിരുന്നത്. അതിനുശേഷം വേടനെ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തതൊക്കെ അന്ന് വലിയ വാർത്തയാകുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്തായാലും അതിന്റെ റിപ്പോർട്ട് അന്ന് തന്നെ പുലിപ്പല്ല് വിദഗ്ധ പരിശോധനയ്ക്കായി അയച്ചിരുന്നു, സുവോളജി ലാബിലേക്ക് അയച്ചിരുന്നു. അതിന്റെ റിസൾട്ട് വന്നിരിക്കുകയാണ്. ഈ പുലിപ്പല്ല് ഒറിജിനലാണ് എന്ന് തന്നെയാണ് റിസൾട്ടിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റം തന്നെയാണ് വേടൻ ചെയ്തിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം ഈ പുലിപ്പല്ല് വേടന് കൈമാറി എന്ന് പറയുന്ന രഞ്ജിത്ത് കുമ്പടിക്കായി അന്വേഷണം നടത്തിയെങ്കിലും പിന്നീട് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്തായാലും രഞ്ജിത്ത് കുമ്പടിയേക്കുള്ള അന്വേഷണവും ഒരു സമാന്തരമായ രീതിയിൽ അന്വേഷണ സംഘം നടത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ പരിശോധനയിൽ പുലിപ്പല്ല് തന്നെയാണ്, ഒറിജിനൽ തന്നെയാണെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും അന്വേഷണ സംഘം എത്രയും വേഗം റാപ്പർ വേടനെതിരെ കുറ്റപത്രം സമർപ്പിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതാണ് സാഹചര്യം. റാപ്പർ വേടന്റെ ആ പുലിപ്പല്ല് അത് ഒറിജിനൽ തന്നെ. ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലേക്ക് വേടൻ കടക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.